ഡിസ്ക്ലെയിമർ: ഈ വീഡിയോയുടെ ഉദ്ദേശം രാഷ്ട്രീയ പ്രചാരണമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെയോ നേതാവിനെയോ പിന്തുണയ്ക്കുകയോ വിമർശിക്കുകയോ ചെയ്യുന്നതല്ല. ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന വിവരങ്ങൾ പൊതുസമൂഹത്തിൽ പ്രചാരത്തിലുള്ള രാഷ്ട്രീയ പ്രയോഗങ്ങളും അവയുടെ അർത്ഥവും മനസ്സിലാക്കാൻ സഹായിക്കുന്ന വിദ്യാഭ്യാസപരമായ വിശദീകരണങ്ങൾ മാത്രമാണ്. കോക്രോച്ച് ജനതാ പാർട്ടി എന്നത് ഒരു ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിയുടെ പേരല്ല. ചില രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എതിരാളികൾ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ വിശേഷണമോ പരിഹാസ പ്രയോഗമോ എന്ന നിലയിലാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളും വിശദീകരണങ്ങളും പ്രേക്ഷകർക്ക് വിഷയം ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു വ്യക്തിയെയോ സംഘടനയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുക എന്നത് ഈ വീഡിയോയുടെ ഉദ്ദേശമല്ല. ഏത് വിഷയത്തെക്കുറിച്ചും വ്യക്തമായ ധാരണ രൂപപ്പെടുത്തുന്നതിന് വിശ്വസനീയമായ വാർത്താ സ്രോതസ്സുകളും ഔദ്യോഗിക രേഖകളും വിവിധ കാഴ്ചപ്പാടുകളും പരിശോധിക്കാൻ എല്ലാ പ്രേക്ഷകരോടും അഭ്യർത്ഥിക്കുന്നു. നന്ദി. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു രാഷ്ട്രീയ പ്രയോഗത്തെക്കുറിച്ചാണ്. അതിൻ്റെ പേരാണ് കോക്രോച്ച് ജനതാ പാർട്ടി. നമ്മളെല്ലാവരും കോക്രോച്ചിനെ കണ്ടിട്ടുണ്ടല്ലേ? നമ്മുടെ വീട്ടിൽ കോക്രോച്ച് വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ മരുന്നടിക്കും, അല്ലെങ്കിൽ അതിനെ അടിച്ചു കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും കോക്രോച്ച് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് തന്നെ കോക്രോച്ചിനെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ പറ്റാത്തൊരു ജീവി എന്നാണ് പലരും പറയുന്നത്. എനിക്കും അങ്ങനെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ കോക്രോച്ചിന് രാഷ്ട്രീയമായി എന്താണ് ബന്ധം? അതാണല്ലോ നമ്മുടെ ടോപ്പിക് ഓഫ് ഡിസ്കഷൻ ഇന്നത്തെ. എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കോക്രോച്ചുമായി താരതമ്യം ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം നമുക്ക് ഓരോ സ്ലൈഡിലൂടെ മനസ്സിലാക്കാം. ആദ്യം തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അങ്ങനെ ഒരു പാർട്ടി ഇന്ത്യയിൽ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒഫീഷ്യൽ പാർട്ടിയുടെ പേരല്ല. അപ്പോൾ പിന്നെ അതെന്താണ്? കാരണം ഈ ദിവസങ്ങളിൽ ആ ഒരു പേര് ഭയങ്കര പോപ്പുലറാണ്. നമ്മളെല്ലാവരും ഫോൺ തുറന്നാൽ അതാണ് കേൾക്കുന്നത്, TV വെച്ചാൽ അതാണ് കേൾക്കുന്നത്, റേഡിയോ കൂടെ അതാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണത്? അതൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ പിന്നെ അതെന്താണ്? ഓക്കെ, ഇത് ചില രാഷ്ട്രീയ നേതാക്കളോ എതിരാളികളോ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയ വിളിപ്പേര് അല്ലെങ്കിൽ ഒരു പരിഹാസ പ്രയോഗമാണ്. നമ്മൾ ചിലപ്പോൾ സുഹൃത്തുക്കൾക്ക് വിളിപ്പേര് കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ചില പാർട്ടികൾക്കും നേതാക്കൾക്കും എതിരാളികൾക്കും വിളിപ്പേരുകൾ നൽകാറുണ്ട്. അത് യഥാർത്ഥ പേരല്ല. വിളിപ്പേരും യഥാർത്ഥ പേരും തമ്മിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നതും ഒരു വിളിപ്പേര് മാത്രമാണ്. അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. നിങ്ങൾക്കതിന് വേറെ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ യു ആർ ഓപ്പൺ ടു ഡു ഇറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് കോക്രോച്ച്? എന്തുകൊണ്ടാണ് ആ ഒരു പേര്? ഇവിടെ കോക്രോച്ചിൻ്റെ രൂപമോ നിറമോ അല്ല അവർ പറയാൻ ശ്രമിക്കുന്നത്. അതല്ല നോക്കുന്നത്, അതിൻ്റെ ഒരു സ്വഭാവത്തെയാണ് നോക്കുന്നത്. കോക്രോച്ച് എന്ന ഒരു ജീവി, അത് എളുപ്പത്തിൽ അതിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, അത് എളുപ്പത്തിൽ ഇല്ലാതാകില്ല എന്നാണ് പൊതുവായിട്ടുള്ളൊരു ധാരണ. ഇനി ഇത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു പാർട്ടി തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ തോറ്റേക്കാം, വലിയ വിമർശനങ്ങൾ നേരിട്ടേക്കാം, ജനപിന്തുണ കുറയാം. പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അത് വീണ്ടും ശക്തമായി തിരിച്ചു വരാം. അപ്പോൾ എതിരാളികൾ പറയുന്നത് ഇവരെ എത്ര തവണ തോൽപ്പിച്ചാലും വീണ്ടും വരുമെന്നാണ്. അതാണ് കോക്രോച്ചുമായി ആ ഒരു ഉപമ അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസൺ ചെയ്യാനായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതൊരു ഉപമ മാത്രമാണ്. ശരിക്കും കോക്രോച്ചാണ് എന്ന് ഇവിടെ ആരും പറയുന്നില്ല, ജസ്റ്റ് ഒരു ഉപമ. ഇനി മറ്റൊരു ചോദ്യം, ഈ വാക്ക് ആരാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ജനങ്ങൾ അധികം ഉപയോഗിക്കാറില്ല, പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ നേതാക്കൾ ഉപയോഗിച്ചേക്കാം, പ്രതിപക്ഷ നേതാക്കൾ പ്രസംഗങ്ങളിൽ ഉപയോഗിച്ചേക്കാം, രാഷ്ട്രീയ വിശകലനക്കാർ ചിലപ്പോൾ പറയാം, കാർട്ടൂണിസ്റ്റുകൾ അവരുടെ കാർട്ടൂണ് വരയ്ക്കുമ്പോൾ അവരതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലും മീമുകളിലും ഇത്തരം വാക്കുകൾ വളരെ വേഗം പ്രചരിക്കാറുണ്ട്. അതിനാൽ ഈ വാക്ക് കേട്ടാൽ അത് ഒരു ഔദ്യോഗിക പേര് അല്ലെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രയോഗം ഉപയോഗിക്കുന്ന ആളുകൾ പറയാൻ ശ്രമിക്കുന്നത് എന്താണ്? അവർ പറയുന്നത് ഈ പാർട്ടി എളുപ്പത്തിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഇല്ലാതാകില്ല, പ്രതിസന്ധികൾ വന്നാലും വീണ്ടും തിരിച്ചു വരും, സാഹചര്യത്തിനനുസരിച്ച് മാറി പ്രവർത്തിക്കും, അത്രമാത്രമാണ് അതിൻ്റെ അർത്ഥം. ഇത് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയല്ല, ഇത് രാഷ്ട്രീയ അഭിപ്രായമാണ്. ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്തുകൊണ്ടാണ് ഇത് വിവാദമാകുന്നത്?
ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കൂ, നിങ്ങൾ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടി ആരെങ്കിലും ഇങ്ങനെ വിളിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടാവോ? ഒരു പക്ഷേ ഇല്ല. അതിനാലാണ് ഇത് വിവാദമാകുന്നത്. പിന്തുണയ്ക്കുന്നവർക്ക് ഇത് അപമാനമായി തോന്നും, എതിർക്കുന്നവർക്ക് ഇതൊരു രാഷ്ട്രീയ വിമർശനമായി തോന്നും. അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും വലിയ ചർച്ചകളും തർക്കങ്ങളും ഉണ്ടാകാറുണ്ട്. ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. തിരഞ്ഞെടുപ്പ് വന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത്? മീമുകൾ വരും, ട്രോളുകൾ വരും, ഹാഷ്ടാഗുകൾ വരും. ഇത്തരം രാഷ്ട്രീയ വിളിപ്പേരുകളും ധാരാളം കാണാം. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, സോഷ്യൽ മീഡിയയിൽ കാണുന്നതെല്ലാം സത്യമാണെന്ന് കരുതാൻ ഒരിക്കലും പാടില്ല. അതിൽ തമാശകൾ ഉണ്ടാകും, അതിശയോക്തിയും ഉണ്ടാകും, രാഷ്ട്രീയ പ്രചാരണവും ഉണ്ടാകും. അതിനാൽ ഒരു വിവരം വിശ്വസിക്കുന്നതിന് മുൻപ് അതിൻ്റെ ഉറവിടം പരിശോധിക്കണം. പിന്നെ നമ്മളൊരു രാഷ്ട്രീയ പ്രയോഗം കേൾക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം അത് ഔദ്യോഗിക പേരാണോ എന്ന് പരിശോധിക്കണം, അല്ലെങ്കിൽ അതൊരു രാഷ്ട്രീയ വിളിപ്പേരാണോ എന്ന് നമ്മൾ നോക്കണം. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഇതൊരു ഒഫീഷ്യൽ നെയിം, ഒരു ഔദ്യോഗിക പേരല്ല. ഇതൊരു രാഷ്ട്രീയ പരിഹാസ പ്രയോഗമാണ്. അതിനാൽ അതിനെ വസ്തുതയായി കാണരുത്. എപ്പോഴും യഥാർത്ഥ വിവരങ്ങളും വിശ്വസനീയമായ ഉറവിടങ്ങളും നോക്കിയാണ് രാഷ്ട്രീയത്തെ വിലയിരുത്തേണ്ടത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, കോക്രോച്ച് ജനതാ പാർട്ടി എന്നതൊരു യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടിയുടെ പേരല്ല. ചിലർ രാഷ്ട്രീയ വിമർശനത്തിനും പരിഹാസത്തിനുമായി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണത്. ഒരു പാർട്ടി എത്ര പ്രതിസന്ധി വന്നാലും വീണ്ടും രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു എന്ന ആശയം പറയാനാണ് ഈ ഉപമ ഉപയോഗിക്കുന്നത്. പക്ഷേ ജനാധിപത്യത്തിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെയും വിലയിരുത്തേണ്ടത് വിളിപ്പേരുകൾ നോക്കിയല്ല, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ നയങ്ങൾ, അവരുടെ ഭരണരീതി, ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ എന്നിവ നോക്കിയാണ്. അതാണ് ഒരു ബോധമുള്ള പൗരൻ്റെ സമീപനം. നന്ദി.